എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മുടെ അച്ചാറിന്റെ പാക്കിംഗ് ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷും അതുപോലെ തന്നെ ബീഫും ആണ് എടുത്തേക്കുന്നത്. ബീഫ് നമുക്കൊരു വലിയ ബോട്ടിൽ അതുപോലെ തന്നെ ചെറിയ ബോട്ടിലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു അച്ചാർ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ നിന്ന് പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഇഷ്ടപ്പെട്ടതിന് ശേഷം അവർ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് തന്നേക്കുന്ന ഒരു ഓർഡർ ആണ് കേട്ടോ. അതുകൂടാണ്ട് ഇതിന്റെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ ഒരു ഓർഡർ എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്. 2 കിലോ അച്ചാറാണ് അവർ എടുത്തേക്കുന്നത്. അപ്പോൾ അവരത് കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അധികം എരിവൊന്നും പറ്റത്തില്ല, അതുപോലെ തന്നെ പുളിയൊന്നും അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വിനാഗിരി ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ ഉള്ളതുകൊണ്ട് അവർ അവരുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് എടുത്തേക്കുന്ന ഒരു അച്ചാറും കൂടെയാണ് കേട്ടോ. അപ്പൊ നമുക്കിത് അവർക്ക് അയച്ചു കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമ്മൾ അവർക്ക് സോപ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമ്മൾ സോപ്പും ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ ആ ഒരു സോപ്പും കൂടെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കൊടുത്തപ്പോൾ. അപ്പൊ അത് അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് അവർ നമ്മുടെ അടുത്ത് സോപ്പിന്റെ ഓർഡർ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവര് നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന വെറൈറ്റീസ് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ള 5 ടൈപ്പ് സോപ്പുകളാണ് കേട്ടോ. അപ്പൊ ആ സോപ്പ് ഞാൻ ഇതിന്റെ കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 ടൈപ്പ് സോപ്പുകളും കൂടെ ഞാൻ ഇതിന്റെ കൂടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തെ നമ്മുടെ സോപ്പിന് ഒരു പ്രത്യേകത ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നോർമലി ഷോപ്പുകളിൽ നിന്ന് വാങ്ങിക്കുന്ന സോപ്പുകൾ പോലെ അത് കംപ്ലീറ്റ്ലി കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള സോപ്പാണ്. നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസും അതുപോലെ തന്നെ ക്ലേയും അതുപോലെ തന്നെ ഹെർബ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സോപ്പ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോക്കനട്ട് ഓയിൽ, ആൽമണ്ട് ഓയിൽ, അതുപോലെ കാസ്റ്റർ ഓയിൽ, ഒലിവ് ഓയിൽ, അങ്ങനെയുള്ള ഓയിലുകൾ, അതിൻ്റെ കൂടെ ബട്ടറുകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ എല്ലാ സോപ്പിലും ഇതെല്ലാം ഉണ്ടെന്നല്ല, നമ്മൾ ഇതിന്റെയൊക്കെ പല പല വേരിയേഷൻസിലുള്ള സോപ്പുകളാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സോപ്പും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമുക്ക് ബബിൾ റാപ്പ് ചെയ്ത് സേഫ് ആയിട്ട് പാക്ക് ചെയ്തെടുക്കണം. ഞാൻ എപ്പോഴും പറയാറുണ്ട് നമ്മൾ മാക്സിമം സേഫ് ആയിട്ടാണ് നമ്മുടെ പ്രൊഡക്ട്സ് ഒക്കെ അയച്ചു കൊടുക്കാനായിട്ട് നോക്കുന്നത് കേട്ടോ. അപ്പൊ അത് ഞാൻ ബബിൾ റാപ്സും കാര്യങ്ങളെല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ഞാനിതൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ട് നമുക്ക് ബാക്കി കാണാം കേട്ടോ. അപ്പൊ നമ്മൾ നമ്മുടെ പിക്കിൾസ് എല്ലാം നല്ല രീതിയിൽ ബബിൾ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ പൊട്ടാതെ സേഫ് ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന്റെ ഒപ്പം തന്നെ നമുക്കിത് നമ്മുടെ സോപ്പുകൾ എല്ലാം കൂടെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ബബിൾ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതും ഇനി അവിടെ വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് പാഴ്സലിൽ കൊടുക്കുമ്പോഴത്തേക്കും എങ്ങനെ ഇത് അവിടെ ചെല്ലാന്നൊന്നും പറയത്തില്ലല്ലോ. അപ്പൊ അതും ഇനിയിപ്പോൾ ചളങ്ങിയൊന്നും പോകണ്ട, നല്ല സേഫ് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി ഇതെല്ലാം കൂടെ നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അതേ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കാർഡ്ബോർഡ് ബോക്സിലേക്ക് ആക്കാം. അപ്പൊ അതിനേക്കഴിഞ്ഞ് മുമ്പ് നമ്മളതേ കുറച്ചും കൂടെ ഒരു സേഫ്റ്റിക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അതേ ഫൈനലി നമ്മളത് കാർഡ്ബോർഡ് ബോക്സിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സേഫ്റ്റിക്ക് വേണ്ടി കൊടുത്ത ഈ ഒരു പാക്കിങ്ങിന് കുറച്ചൊരു ഗ്യാപ്പ് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ നമ്മളിത് നല്ലപോലെ തെർമോക്കോൾ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മുടെ ബോട്ടിൽസ് ഇതിന്റെ ഉള്ളിൽ കിടന്ന ഇളകൊന്നും ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ നമ്മൾ തെർമോക്കോൾ സൈഡിലൊക്കെ കൊടുത്ത് ഫില്ല് ചെയ്ത് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നേരെ അടച്ച് ഒട്ടിച്ച് നമ്മൾ നേരെ കൊറിയറിൽ കൊണ്ട് കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല സേഫ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കും അച്ചാറുകളോ അല്ലെങ്കിൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സോപ്പൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. നമ്മളൊരു നമ്പർ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ വീണ്ടും പുതിയൊരു വിശേഷമായി കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.